എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ഏത്തയ്ക്കാപ്പമാണ്, പഴംപൊരി കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമ്മൾ ആദ്യം മൈദ എടുക്കുന്നുണ്ട്. അപ്പം എത്ര ക്വാണ്ടിറ്റി ആണോ നമ്മൾ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള മൈദ എടുക്കാം കേട്ടോ. അതിനകത്തോട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചേർക്കുന്നത് ഒരു സ്വല്പം പഞ്ചസാര കേട്ടോ, മധുരത്തിന് വേണ്ടി അത്യാവശ്യം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കുക. പിന്നെ നമ്മുടെ ഒരു കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും, പിന്നെ ഇടുന്നത് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ ഇത് ഇത്രയും കൂടെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യമേ തോനെ വെള്ളം കോരി ഒഴിക്കേണ്ട, കാരണം ഇത് കട്ടയായിട്ട് കിടക്കും. അപ്പോൾ നമുക്ക് കട്ടയെല്ലാം ഉടച്ച് നൈസായിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കങ്ങനെ റെഡിയാക്കി എടുക്കാവേ. അപ്പോൾ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ്, എല്ലാവർക്കും അറിയാമെങ്കിലും നല്ല ടേസ്റ്റോടു കൂടി നമുക്ക് നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റോടു കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാവേ. പിന്നെയെന്ന് വെച്ചാൽ ഒരുപാട് പഴുത്തേക്കാട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് വലിയ വെറും പഴുത്ത് അളിഞ്ഞ ഏത്തക്കയല്ല, അതിനെക്കാട്ടി ഇച്ചിരൂടെ ഉള്ള ഏത്തക്ക വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ടെക്സ്ചർ ആയിട്ടുണ്ട് നമ്മുടെ ആ ഒരു ബാറ്റർ. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഏത്തക്ക എത്രമാത്രം ഉണ്ടോ അത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 2ആയിട്ടല്ല കട്ട് ചെയ്തിട്ട് 4ആക്കാൻ പോവാം കേട്ടോ. അതായത് ഒരു ഏത്തക്കയിൽ നമ്മൾ 4 പീസാക്കി എടുക്കാൻ പോവാം. ഇത് നമുക്ക് ഇച്ചിരൂടെ നൈസാക്കണമെങ്കിൽ ഒന്നുകൂടെ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു പരുവത്തിലെടുക്കാം. അതല്ല 2ആയിട്ട് അങ്ങനെ വലുതാക്കി എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇതുപോലൊന്ന് നമ്മൾ ബാറ്റർ ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷമേ എടുക്കാവുള്ളൂ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഏത്തയ്ക്ക ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അപ്പോഴത്തേനും നമ്മുടെ എണ്ണ ഒന്ന് തിളയ്ക്കാൻ വെക്കുക. നല്ല ചൂടാകുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഓരോ ഏത്തക്കയും എടുത്തിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ ഇതെന്ന് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു 4 മണി പലഹാരമാണ് നമ്മുടെ ഏത്തയ്ക്കാപ്പം. നമ്മൾ കടകളിലൊക്കെ പോയി ഒരു ഏത്തയ്ക്കാപ്പം മേടിക്കുമ്പോൾ നമ്മളിവിടെയൊക്കെ ഒരു ഏത്തയ്ക്കാപ്പത്തിന് 10 രൂപയാണ്. എല്ലായിടും അതാണെന്ന് അറിയില്ല. അപ്പോൾ അതിന് നല്ലത് നമുക്ക് 1 കിലോ ഏത്തയ്ക്ക വാങ്ങിച്ചാൽ നമ്മുടെ വീട്ടിൽ തന്നെ കൂടുതലായിട്ട് നമുക്ക് റെഡിയാക്കി എടുത്തിട്ട് വളരെ ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ ഏകദേശം 1 കിലോയോളം ഏത്തയ്ക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ചിട്ടുള്ള മൈദയും പൊടി ഐറ്റംസൊക്കെ ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചത്. അപ്പോൾ വൈകുന്നേരം നമുക്ക് ഒരു 4 മണിക്കൊക്കെ ചായ ഉണ്ടാക്കുന്ന ടൈമാണെങ്കിൽ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു ബാറ്റർ റെഡിയാക്കി വെക്കാം. ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ആ ഒരു ബാറ്റർ മാറ്റി വെക്കണം. അപ്പോഴത്തേനും അത് നല്ല എല്ലാം കൂടെ ഒന്ന് മിക്സായി ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്തുകൊണ്ട് അതിൻ്റെ ആ ഒരു പരുവത്തിലൊക്കെ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ എണ്ണയിലോട്ടിട്ട് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ വലിയ ഏത്തയ്ക്ക 2ആയിട്ട് മുറിച്ചിടാനാണെങ്കിലും ചെയ്യാം. നമുക്ക് അതല്ല 4 പീസാക്കി ചെയ്യാം. അതല്ല ഇച്ചിരൂടെ നൈസാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 6 പീസാക്കാം കേട്ടോ. ഒരു ഏത്തയ്ക്ക ഈ കട്ട് ചെയ്തിട്ടിട്ട് എടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാനും ഇവിടെ ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് നല്ല ടേസ്റ്റോടുകൂടി എടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, നമുക്ക് ഈ ബാറ്ററിനകത്തോട്ട് എള്ള് ഇട്ട് കൊടുക്കാം കേട്ടോ. കറുത്ത എള്ള് ഇടുന്നവർക്ക് ആ ഒരു സമയമാകുമ്പോഴത്തേന് എള്ള് ഇട്ട് കൊടുത്ത് നമുക്ക് ആ മിക്സ് ഒന്ന് റെഡിയാക്കി വെക്കാം. പിന്നെ ഏലക്കയുടെ പൗഡർ, ആ ഒരു ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏലക്കയുടെ പൊടിയും കൂടെ ചതച്ച് 2 ഏലക്കായ ഇട്ട് കൊടുക്കാവേ. അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഞാനിവിടെ ഇപ്പം കറുത്ത എള്ളും ഏലക്കയും ചേർത്തിട്ടില്ല. പിന്നെ പഞ്ചസാര മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏത്തയ്ക്ക നല്ല പോലെ പഴുത്തതാണെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി. അതല്ല വലിയ പഴുത്തല്ല എന്നുണ്ടെങ്കിൽ 2-3 സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യത്തെ നമ്മുടെ ഏത്തയ്ക്കാപ്പം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാലൻസോടെ ചുട്ടെടുക്കാവേ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഞാൻ ഇവിടെ ചായയും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം പിള്ളേർക്ക് വീട്ടിലും എല്ലാവർക്കും കൂടെ നമ്മൾ ഏത്തയ്ക്കാപ്പവും ചായയാണ് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ് നമ്മുടെ ഏത്തയ്ക്കാപ്പം. പിന്നെന്താ, കടകളിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടി ബെറ്ററായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലുള്ള റെസിപ്പീസൊക്കെ നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. ഒരു ഉഴുന്നുവടയുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതായത് നല്ല ഫ്ലഫി ആയിട്ടുള്ള ഉഴുന്നുവട, നമ്മുടെ തട്ടുകട സ്റ്റൈലിലുള്ള ഒരു ഉഴുന്നുവട നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. എല്ലാവരും ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത്യാവശ്യം വ്യൂ ഒക്കെ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും ഈ വീഡിയോസ് ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണും. അതിനൊന്ന് എനേബിൾ ചെയ്യുമ്പം ഓൾ എന്ന ഓപ്ഷൻ കാണും. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമ്മുടെ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള
സിമ്പിളായിട്ടുള്ള. നിങ്ങളിപ്പം ഇത് ഏത്തക്കാപ്പം ചുടുന്നത് വലിയ സംഭവമാണോ എന്ന് ചോദിക്കും. എങ്കിലും ഇത് നമ്മൾ ചെയ്യുന്ന വീഡിയോ, ഞാൻ വീട്ടിൽ ചെയ്തുകൊണ്ട് അതൊരു വീഡിയോ ആക്കിയതാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്ത് വിചാരിക്കുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ഏത്തക്കാപ്പം ഫുള്ളായിട്ട് ഇവിടെ റെഡിയാക്കി ഞാൻ ചുട്ട് മാറ്റിയിട്ടുണ്ട്. ഏകദേശം 1 കിലോയ്ക്ക് അടുത്തുള്ള ഏത്തക്കാപ്പമാണ് ഞാനിന്ന് ചുട്ടേക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുപോലെയൊക്കെ എല്ലാവർക്കും ടാറ്റാ.